നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ പരിപാടികളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും മറ്റു പൊതുവേദികളിലും മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റു പ്രശസ്ത വ്യക്തികൾ എന്നിവരുമായി മാധ്യമപ്രവർത്തകർ ഇടപെടുന്നതിന് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുബ്രത ബിശ്വാസാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം പൊതുപരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പ്രതികരണം നിർബന്ധപൂർവ്വം എടുക്കുന്നതിന് വിലക്കുണ്ട്. വിശിഷ്ട വ്യക്തികൾ മാധ്യമങ്ങളുമായി സംവദിക്കണോ എന്ന കാര്യത്തിലും ചില വിലക്കുകളുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മാത്രമേ മാധ്യമങ്ങൾക്ക് ഇനി പ്രതികരണം ലഭ്യമാകൂ. അതുതന്നെയും പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഒരുക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും. ഈ ഉത്തരവ് വിവാദമായതോടെ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. വാർത്തകൾ നേരിട്ട് നൽകുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർ സർക്കാർ വിരുദ്ധ വാർത്തകളുടെ സോഴ്സുകളായി മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടപെടൽ. നെഗറ്റീവ് വാർത്തകൾ സർക്കാരിനെതിരെ ഉയരാതിരിക്കാനാണ് ഇത്. ബ്രൂവറിയിലും കെ.ടി. ജലീലിന്റെ ബന്ധു നിയമന വിവാദത്തിലും സർക്കാർ ഉത്തരവും ഫയലുകളുമെല്ലാം പുറത്തായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പത്രസമ്മേളനം, പത്രക്കുറിപ്പ്, മാധ്യമ ഏകോപനം, മാധ്യമങ്ങളെ ക്ഷണിക്കൽ, മാധ്യമ പ്രവേശനം എന്നിവയ്ക്കും നിയന്ത്രണമുണ്ട്. സർക്കാർ വകുപ്പുകളും മന്ത്രിമാരും പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുഖേന മാത്രമേ മാധ്യമങ്ങളോട് സംവദിക്കൂ. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, സർക്കാർ ഗസ്റ്റ് ഹൌസ്, റെസ്റ്റ് ഹൌസ് എന്നിവിടങ്ങളിൽ സ്ഥിരം മാധ്യമ കേന്ദ്രങ്ങൾ തുടങ്ങണം. ജില്ലാതലങ്ങളിൽ വിവിധ വകുപ്പുകൾ പത്രം ഓഫീസുകളിൽ നേരിട്ട് വാർത്ത നൽകുന്നതും വിലക്കി. മന്ത്രിസഭാ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എന്നിവയ്ക്ക് നിലവിലെ രീതി തുടരുമെങ്കിലും അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമാകും ഇവിടെ പ്രവേശനം. അറിയിപ്പുകൾ സമയബന്ധിതമായി നൽകാൻ ആപ്പ് തയ്യാറാക്കാനും PRDക്ക് നിർദ്ദേശമുണ്ട്. നിബന്ധനകൾ ഇങ്ങനെയൊക്കെയാണ്. PRDയിലെ വിവിധ വകുപ്പുകളിലേക്ക് പ്രവേശിക്കുന്നതിന് അക്രഡിറ്റേഷനോ പ്രവേശന പാസോ നിർബന്ധമാണ്. മറ്റു മാധ്യമപ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിലെ സന്ദർശന സമയത്ത് മാത്രമാകും പ്രവേശനം. ദർബാർ ഹാൾ, സൗത്ത് കോൺഫറൻസ് ഹാൾ, അനക്സ് എന്നിവിടങ്ങളിലെ പ്രവേശനത്തിന്റെ മേൽനോട്ടം PRD പ്രസ് റിലീസ് വിഭാഗത്തിനായിരിക്കും. ഗസ്റ്റ് ഹൌസ്, റെസ്റ്റ് ഹൌസ്, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ മാധ്യമ ഏകോപനവും ഇനി PRD പ്രസ് റിലീസ് വിഭാഗം മുഖേന മാത്രമായിരിക്കും. പൊതുവേദികൾ, സർക്കാർ ഇതര സ്ഥാപന കച്ചവടം, സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രശസ്ത വ്യക്തികൾ തുടങ്ങിയവർ മാധ്യമങ്ങളുമായി സംവദിക്കുന്നുണ്ടോ എന്നത് PRDയെ മുൻകൂട്ടി അറിയിക്കണം. വേണമെങ്കിൽ PRD വകുപ്പ് അതിന് ഇവിടങ്ങളിൽ പ്രത്യേക സംവിധാനം ഒരുക്കും. ജില്ലാതലത്തിൽ വകുപ്പ് തല പരിപാടികളുടെ വാർത്ത നൽകൽ, മാധ്യമങ്ങളെ ക്ഷണിക്കൽ എന്നിവ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വഴിയായിരിക്കും ഉണ്ടാവുക. ഇക്കാര്യം ഉറപ്പുവരുത്താനും കലക്ടർമാർക്ക് നിർദ്ദേശം നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു.